ഓം നമ ശിവായ. ജ്യോതിഷ ചന്ദ്രികയിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്നത്തെ അധ്യായത്തിലൂടെ പറയുന്നത് രാശിമാറ്റം സംഭവിച്ച രണ്ട് ഗ്രഹങ്ങളുടെ ബലങ്ങൾ എന്തെല്ലാമാണ്. രാഹു കുംഭൻ രാശിയിലേക്ക് മാറി, കേതു ചിങ്ങം രാശിയിലേക്കും മാറി. മെയ് 18-ാം തീയതിയാണ് ഈ രണ്ട് ഗ്രഹങ്ങളും രാശിമാറ്റം ഉണ്ടായത്. അതിൻ്റെ ഫലമായി ചിങ്ങം രാശിയിൽ നിൽക്കുന്ന നക്ഷത്രക്കാർക്കും കുംഭൻ രാശിയിൽ നിൽക്കുന്ന നക്ഷത്രക്കാർക്കും ഉണ്ടാകുന്ന ഫലങ്ങൾ എന്തെല്ലാമാണ്, അവർക്കുണ്ടാകുന്ന ഗുണങ്ങൾ എന്തെല്ലാമാണ് എന്നതിനെക്കുറിച്ചാണ് പറയുന്നത്. ചിങ്ങം രാശിയിൽ നിൽക്കുന്ന നക്ഷത്രക്കാരെന്ന് പറയുന്നത് മകം, പൂരം, ഉത്രത്തിൽ, കാല. ഈ രാശിക്കാരെന്ന് പറയുന്നത്, ഈ നക്ഷത്രക്കാരെന്ന് പറയുന്നത് വളരെയധികം അധ്വാനശീലന്മാരും ബുദ്ധിശാലികളും വളരെ കൂർമ്മ ബുദ്ധിയുള്ളവരും എന്നാൽ മറ്റുള്ളവരോട് സഹാനുഭൂതിയുള്ളവരും കരുണയുള്ളവരുമാണ്. അവർ മറ്റുള്ളവർക്ക് എന്ത് സഹായം വേണമെങ്കിലും നൽകുകയും അവരുടെ ദീനാനുകമ്പയിൽ അവർ പെട്ടെന്ന് തന്നെ സങ്കടം ഉണ്ടാകുകയും അവർക്ക് വേണ്ടുന്ന എല്ലാവിധ സഹായങ്ങളും ചെയ്യാവുന്ന സഹായങ്ങളെല്ലാം തന്നെ ചെയ്തു കൊടുക്കുന്നവരുമാണ് ഈ ചിങ്ങം രാശിക്കാരായിട്ടുള്ള മകം, പൂരം, ഉത്തരത്തിൽക്കാൽ നക്ഷത്രക്കാർ. എന്നാൽ അവരെ ദ്രോഹിക്കുവാൻ ആരെങ്കിലും ചെന്നു കഴിഞ്ഞാൽ അവർ യാതൊരു കാരണവശാലും അതിനെ പ്രോത്സാഹിപ്പിക്കുകയില്ല. പെട്ടെന്ന് തന്നെ അതിനുള്ള പ്രതിവിധിയും അവർക്ക് കൊടുക്കും. എന്നാൽ ഇവരെ അങ്ങനെ ആരും തന്നെ ആക്രമിക്കുവാനോ അതുപോലെ തന്നെ ശത്രുതാ മനോഭാവത്തോടുകൂടി പെരുമാറുവാനോ ആരും തന്നെ മുതിരാറില്ല. കാരണം ഇവർ സിംഹരാശിക്കാരാണ്. ഇവർക്ക് സമാധാനപരമായിട്ടുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനും വളരെയധികം മികവുള്ള ആൾക്കാരാണ്. അതുകൊണ്ട് ഇവരുടെ അടുത്തേക്ക് ആരും തന്നെ വളരെ പെട്ടെന്ന് ആക്രമിക്കുവാനായിട്ട് ചെല്ലുകയില്ല. എന്നാൽ ഇവർ സ്ഥിരോത്സാഹികളാണ്. എല്ലാം തന്നെ ക്ഷമിക്കുകയും പൊറുക്കുകയും ചെയ്യുന്നവരാണ്. ഇവർക്ക് വിദ്യാഭ്യാസത്തിനേക്കാൾ കൂടുതലായിട്ടുള്ള അറിവും പ്രതിഭയുമുള്ളവരാണ്. കൂടാതെ കൊണ്ട് തന്നെ ഇവരുടെ ധന സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് വളരെയധികം ധനം സമ്പത്തുക്കൾ വളരെയധികം ഉണ്ടാകുന്ന ഒരു സമയമാണ്. ആ സമ്പത്തുക്കളെല്ലാം തന്നെ ഇവർ അറിയാതെ തന്നെ വന്നു ചേരുന്ന സമ്പത്തുക്കളാണ്. ധാരാളം പണവും ധാരാളം സമ്പത്തും ധാരാളം കീർത്തിയും അതുപോലെ തന്നെ പദവിയും എല്ലാം തന്നെ വന്നു ചേരുന്ന ഒരു സമയമാണ്. ഇവരുടെ സഹോദര സ്ഥാനീയരായിട്ടുള്ളവരും സഹോദരന്മാരും ഇവർക്ക് അനുകൂലമായി പ്രവർത്തിക്കുകയും ഇവർക്ക് വേണ്ടുന്ന എല്ലാവിധ സഹായങ്ങളും ചെയ്തു കൊടുക്കുന്നവരുമായിട്ടുള്ള ആൾക്കാരാണ്. ബന്ധുമിത്രാദികളും ഇവരോട് വളരെയധികം താല്പര്യമുള്ളവരും സഹായിക്കുന്നതിന് ഇവർക്ക് യാതൊരുവിധ മടിയില്ലാത്തവരുമാണ്. എന്നാൽ ഇവരുടെ 4-ാം ഭാവം അഥവാ ഇവരുടെ വീട് എല്ലാം തന്നെ വളരെയധികം കുലമഹിമയുള്ളതും നല്ല പാരമ്പര്യമുള്ളതും നല്ല ശ്രേഷ്ഠമായിട്ടുള്ള കുടുംബവുമാണ്. അവരുടെ അമ്മ എന്ന് പറയുന്നത് അവർക്ക് വളരെയധികം ഗുണങ്ങൾ ചെയ്യുവാൻ കഴിവുള്ളവരും വളരെ ക്ലേശങ്ങൾ സഹിച്ചാണെങ്കിലും അവരുടെ മക്കളെയും എല്ലാം തന്നെ വളരെ സഹായം ചെയ്യുന്നതിന് പ്രാപ്തിയുള്ളവരുമാണ്. കൂടാതെ കൊണ്ട് തന്നെ ഇവർക്ക് സന്താനങ്ങൾ വളരെയധികം ഉണ്ടെങ്കിലും ആ സന്താനങ്ങളെല്ലാം തന്നെ നല്ല അഭിവൃദ്ധിയുള്ളവരും ഈശ്വരാധീനമുള്ളവരും ഇപ്പോൾ അവർക്ക് വളരെയധികം സ്ഥാനമാനങ്ങളും ബഹുമതികളും എല്ലാം തന്നെ ലഭിക്കേണ്ടതായിട്ടുള്ള ഒരു കാലഘട്ടമാണ്. ഇവർക്ക് ആ സമ്പത്തുക്കളെല്ലാം തന്നെ ധാരാളം ഉണ്ടാക്കി കൊടുക്കുകയും അവർക്ക് ബഹുമാനവും കീർത്തിയും എല്ലാം തന്നെ സമ്പാദിച്ചു കൊടുക്കുകയും ചെയ്യുന്ന ഒരു സമയം കൂടിയാണ് ഇവരുടെ സന്താനങ്ങൾ. ശത്രുക്കൾ എന്ന് പറയുന്നത് വളരെയധികം ഇല്ലെങ്കിലും ശത്രുക്കൾ ഇവരുടെ അടുത്തേക്ക് വരിക പോലും ചെയ്യുകയില്ല. കാരണം ശത്രുക്കൾക്ക് പോലും ഇവരോട് വളരെയധികം ബഹുമാനവും സ്നേഹവും അതുപോലെ തന്നെ ഭവ്യതയും ഉള്ളവരാണ്. കാരണം ഇവർ എല്ലാവരെയും സഹായിക്കുന്നതും അതുപോലെ തന്നെ അവരുടെ അവരോട് ദീനാനുകമ്പയുള്ളവരും
വളരെയധികം ശ്രേഷ്ഠന്മാരായിട്ടുള്ള ആൾക്കാരോട് പഴകുന്ന ആൾക്കാരുമാണ് ഈ ചിങ്ങം രാശിക്കാരെന്ന് പറയുന്നത്. അതുകൊണ്ട് അവരോട് ആരും തന്നെ ശത്രുത പുലർത്തുകയില്ല. ഇവർക്ക് ആ ശത്രുത സ്ഥാനത്തേക്ക് വരുന്നവരെന്ന് പറയുന്നത് തന്നെ ഇവരുടെ കൂടെയുള്ളവരും അതുപോലെ തന്നെ ഇവരോട് ചുറ്റിപ്പറ്റി നിൽക്കുന്നവരുമായിരിക്കും. എന്നാൽ ഇവരുടെ ദാമ്പത്യ ജീവിതം ആദ്യ കാലഘട്ടങ്ങളിലെല്ലാം തന്നെ വളരെ ക്ലേശപൂർണമായിരുന്നെങ്കിലും പിന്നീടാകുമ്പോൾ അത് ശ്രേയസ്കരമാവുകയും വളരെ അഭിവൃദ്ധി ഉണ്ടാകുകയും ധനവും അതുപോലെ തന്നെ പ്രശസ്തിയും എല്ലാം തന്നെ വന്നു ചേരുകയും ചെയ്യും. വിവാഹ തടസ്സങ്ങൾ ഉണ്ടാകുമെങ്കിലും ആ വിവാഹ തടസ്സങ്ങളെല്ലാം തന്നെ ഇപ്പോൾ മാറുന്ന ഒരു സമയം കൂടിയാണ്. എന്നാൽ ആ വിവാഹ തടസ്സങ്ങളെല്ലാം മാറി ആ വിവാഹ കാര്യങ്ങളെല്ലാം തന്നെ ഭംഗിയായി നടക്കുന്നതിന് വേണ്ടുന്ന വഴിപാടുകൾ ഇവർ ചെയ്യേണ്ടതാണ്. അത് 7ാം ഭാവാധിപൻ എന്ന് പറയുന്നത് ശനീശ്വരനാണ്. ആ ശനീശ്വരന് ഇവർ നല്ല വഴിപാടുകൾ നേരണം. ശനീശ്വരൻ എന്ന് പറയുമ്പോൾ അത് ശാസ്താവിനെയും അതുപോലെ തന്നെ ശാസ്താവിനെയും കൂടാതെ കൊണ്ട് തന്നെ ഉള്ള ഭഗവാന്മാരെ ഇവർ പ്രാർത്ഥിക്കുകയും അതുപോലെ തന്നെ അവർക്ക് വേണ്ടുന്ന വഴിപാടുകൾ നടത്തുകയും ചെയ്യേണ്ടതാണ്. ഇവരുടെ പ്രവർത്തന മേഖലകളിൽ തടസ്സങ്ങൾ ധാരാളമുണ്ട്. ആ തടസ്സങ്ങളെല്ലാം തന്നെ മാറ്റുന്നതിന് വേണ്ടി ഇവർ ആ തടസ്സങ്ങൾ എല്ലാം തന്നെ ഉണ്ടാകുന്നത് ഇപ്പോൾ നേരത്തെ തന്നെ വളരെ മുൻപ് ഇവർക്ക് പ്രവർത്തന മേഖലകളിൽ തടസ്സങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. എന്നാൽ ഈ ശനി മീനം രാശിയിലേക്ക് വന്നപ്പോഴാണ് ഇവരുടെ പ്രവർത്തന മേഖലകളിൽ തടസ്സമുണ്ടായത്. എന്നാൽ ആ സർവേശ്വരനായിട്ടുള്ള വ്യാഴം അവർക്ക് അനുകൂലമായി നിൽക്കുന്നത് കൊണ്ട് ഇവരുടെ 10ാം ഭാവത്തിലേക്ക് നിൽക്കുന്നത് കൊണ്ട് അതുകൊണ്ട് ഇവരുടെ വളരെയധികം നേട്ടങ്ങളാണ് ഇവർക്കിനി വന്നു ചേരുവാൻ പോകുന്നത്. ഇവരുടെ 9ാം ഭാവാധിപൻ എന്ന് പറയുന്നത് കുജനാണ്. ആ കുജനെ കൊണ്ട് നോക്കുമ്പോൾ കുജന് കലകം ചെയ്യുക എന്നാണ് പറയുന്നത്. ഭാഗ്യസ്ഥാനത്തായതുകൊണ്ട് ആ സുബ്രഹ്മണ്യ സ്വാമിയാണ് കുജൻ എന്ന് പറയുമ്പോൾ സുബ്രഹ്മണ്യ സ്വാമിക്ക് വഴിപാടുകൾ നടത്തുകയും അതുപോലെ തന്നെ പഴനിയിൽ പോയി ഇവർ പ്രാർത്ഥിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഇവർക്ക് ഉണ്ടാകാവുന്ന ഭാഗ്യ ദോഷങ്ങളെല്ലാം തന്നെ മാറിക്കിട്ടുന്നതാണ്. 10ാം ഭാവം കൊണ്ട് ഇവരുടെ കർമ്മഭാവമാണ്. ആ കർമ്മഭാവത്തിന് വളരെയധികം കീർത്തിയും അതുപോലെ തന്നെ പ്രശസ്തിയും ഉണ്ടാകുന്നതാണ്. കാരണം ഇവർ പ്രവർത്തന മേഖലയിൽ വളരെ മികവ് തെളിയിക്കുന്നവരാണ്. ഇവരുടെ വളരെയധികം കാര്യശേഷിയും കാര്യപ്രാപ്തിയുമുള്ളവരാണ്. അതുകൊണ്ട് ഇവർക്ക് കർമ്മരംഗങ്ങളിൽ പിടിച്ചു നിൽക്കുവാനും കർമ്മരംഗങ്ങളിൽ മികവ് കാണിക്കുവാനും ഇവർക്ക് കഴിയുന്നതാണ്. ഇവരുടെ 7ാം ഇവർക്ക് വളരെയധികം ഗുണങ്ങൾ ഉള്ള ആൾക്കാരാണ്. എന്നാൽ ഇവരുടെ 11ാം ഭാവത്തിൽ ഇപ്പോൾ വ്യാഴവും അതുപോലെ തന്നെ ഇവരുടെ 10ാം ഭാവാധിപനായിട്ടുള്ള ശുക്രനുമാണ് നിൽക്കുന്നത്. ബുധനും നിൽക്കുന്നുണ്ട്. ശുക്രൻ ആ 11ാം ഭാവത്തിൽ അംശയിച്ച് നിൽക്കുകയാണ്. അതുകൊണ്ട് ഈ 3 ഗ്രഹങ്ങളുടെയും ഫലങ്ങൾ ഇവർക്ക് അനുകൂലമാണ് കർമ്മസ്ഥാനത്തേക്ക് വരുന്നത്. അതുകൊണ്ട് കർമ്മം ഇവരുടെ പ്രവൃത്തി മേഖലകൾ ചെറിയ തടസ്സങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ആ തടസ്സങ്ങളെല്ലാം തന്നെ മാറി ഇവർക്ക് വളരെ അഭിവൃദ്ധിയും അതുപോലെ തന്നെ ധനപ്രാപ്തിയും വന്നു ചേരുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. എന്നാൽ ഇവരുടെ വ്യയസ്ഥാനം എന്ന് പറയുന്നത് വളരെയധികം സമ്പത്തുക്കൾ വളരെയധികം ഇവർ അനാവശ്യമായി ചിലവാക്കുന്ന ആൾക്കാരല്ലെങ്കിൽ പോലും ഇവരറിയാതെ സമ്പത്തുക്കൾ ചിലവഴിക്കേണ്ടതായിട്ടുള്ള സാഹചര്യങ്ങൾ വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇവർക്ക് സാമ്പത്തികപരമായിട്ടുള്ള വ്യയം അഥവാ സാമ്പത്തികപരമായിട്ടുള്ള ചിലവുകൾ വളരെയധികം കൂടുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. അത് ഒന്ന് ക്രമീകരിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് സമ്പത്തുക്കൾ എല്ലാം തന്നെ വളരെയധികം വന്നു ചേരുകയും ഇവർക്ക് വളരെയധികം അഭിവൃദ്ധിയും ഐശ്വര്യവും കീർത്തിയും എല്ലാം ബഹുമതികളും എല്ലാം തന്നെ ഉണ്ടാകുമെന്നും ഉള്ളതിൽ തർക്കമില്ല. ഇനി നമുക്ക് അടുത്ത് നോക്കേണ്ടത് കുംഭം രാശിയാണ്. കുംഭം രാശിയിലേക്കാണ് രാഹു വന്നത്. അപ്പോൾ ആ കുംഭത്തിലേക്ക് വന്ന രാഹുവിനെ കൊണ്ട് നമ്മൾ ചിന്തിക്കേണ്ടത് ആ രാശ്യാധിപനെയാണ് ചിന്തിക്കേണ്ടത്.
ഈ രാഹുവിനും കേതുവിനും പ്രത്യേകമായിട്ടുള്ള പ്രത്യേകമായിട്ടുള്ള ശക്തികളോ അഥവാ ഭാവങ്ങളോ ഇല്ല. എന്നാൽ അവർ നിൽക്കുന്ന ഗ്രഹത്തിൻ്റെ ശക്തിയാണ് ഇവർക്കുണ്ടാകുന്നത്. ആ ശനീശ്വര ഭഗവാനെയാണ് അപ്പോൾ അവരെ കൊണ്ടു നോക്കേണ്ടത്. ശനീശ്വരൻ ഇവർക്ക് അനുകൂലമായി നിൽക്കുന്ന ഒരു കാലഘട്ടമാണ്. അവിട്ടം അര ചതയം പൂരിരുട്ടാതി മുക്കാലാണ് കുംഭം രാശി എന്ന് പറയുന്നത്. ആ കുംഭം രാശിയിൽ ശനീശ്വരൻ വളരെയധികം കാരുണ്യവാനായിട്ട് നിൽക്കുന്നത് കൊണ്ട് ഇവർ വളരെയധികം പ്രശസ്തിയും അതുപോലെ തന്നെ ഇവർ അധ്വാനശീലന്മാരും വളരെ സമ്പത്തുക്കൾ ഉണ്ടാക്കുവാൻ കഴിവുള്ളവരും സമ്പത്തുക്കൾ ധാരാളം വിനിയോഗിക്കുവാൻ കഴിവുള്ളവരും അങ്ങനെ ഇവർ സമ്പത്തുക്കളുടെ കൂമ്പാരമായിട്ട് മാറുവാൻ സാധ്യതയുള്ളവരുമാണ്. എന്നാൽ ഇവരുടെ രണ്ടാം ഭാവം ധനപരമായിട്ടുള്ള ഭാവങ്ങളിലെ ഇപ്പോൾ അല്പം ഇടിവുണ്ടെങ്കിലും ആ ധനപരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ വളരെ ഭംഗിയായി വരുന്ന ഒരു കാലഘട്ടമാണ്. അവയെല്ലാം മാറി സമ്പത്തുക്കൾ ധാരാളം വരികയും വിദ്യാഭ്യാസപരമായിട്ടുള്ള കാര്യങ്ങളിൽ നല്ല മികവുണ്ടാകുകയും ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ വളരെയധികം കീർത്തി ഉണ്ടാകുകയും ജോലിക്ക് അപേക്ഷിക്കുന്നവർക്ക് ജോലിയെല്ലാം തന്നെ പ്രത്യേകമായിട്ട് വിദേശ രാജ്യങ്ങളിൽ പോലും ഇവർക്ക് ജോലി ലഭിക്കുവാനുള്ള സാധ്യതകൾ ധാരാളമുണ്ട്. ഇവരുടെ സഹോദരന്മാരെന്ന് പറയുന്നത് അല്പം അകന്നു നിൽക്കുന്നവരാണെങ്കിലും ഇവരോട് വളരെയധികം സ്നേഹവും താല്പര്യവും ബഹുമാനവും എല്ലാം തന്നെ ഉണ്ടായിരുന്നവരാണ്. എന്നാൽ സാമ്പത്തികപരമായിട്ട് അവർ അല്പം മുന്നോട്ട് പോയതുകൊണ്ട് ഇവരോട് അല്പം അകന്നാണ് ഇപ്പോൾ നിൽക്കുവാൻ സാധ്യതയുള്ളത്. എന്നാൽ അവയെല്ലാം തന്നെ ഇവരുടെ ആ സമയം മാറിക്കഴിയുമ്പോൾ ഇനി ഉള്ള കാലം ഇവരെല്ലാം തന്നെ ഇവരുടെ അടുത്തേക്ക് വരികയും സാമ്പത്തികപരമായിട്ടുള്ള എല്ലാ നേട്ടങ്ങളും ഇവരിൽ നിന്ന് ലഭിക്കുകയും ചെയ്യുന്നതാണ്. ഇവരുടെ വീട് എന്ന് പറയുന്നത് വളരെ മനോഹരമായിട്ടുള്ള ഒരു വീടും അഭിവൃദ്ധിയുള്ള വീടും കീർത്തിയുള്ള വീടും പാരമ്പര്യ പെരുമയുള്ള ഒരു കുടുംബവുമാണ്. ആ വീട്ടിൽ ഇവർ താമസിക്കുന്നത് തന്നെ ഇവർക്ക് അഭിവൃദ്ധികളും ഉന്നതിയും എല്ലാം തന്നെ ഉണ്ടാകുന്നതാണ്. ഇവരുടെ അമ്മയെന്ന് പറയുന്നത് കുലസ്ത്രീയും വളരെയധികം പ്രവർത്തന മേഖലകളിൽ വളരെയധികം ചാതുര്യമുള്ളതുമാണ്. ഇവർക്ക് വേണ്ടുന്ന എല്ലാവിധ സഹായങ്ങളും ആ അമ്മയിൽ നിന്നും ലഭിക്കുന്നതാണ്. ഇവരുടെ സന്താനങ്ങളെന്ന് പറയുന്നത് ഉന്നതമായിട്ടുള്ള വിദ്യകളിലും അതുപോലെ തന്നെ വിദേശത്ത് ജോലി ചെയ്യുന്നവരും ജോലിക്ക് പോകുവാൻ താല്പര്യമുള്ളവരും അതുപോലെ തന്നെ വിദേശത്ത് പോയാൽ വളരെ കീർത്തിയും ധനവും ഉണ്ടാകുന്നവരുമായിട്ടുള്ള സന്താനങ്ങളാണ്. അവർക്ക് വിദ്യാസമ്പന്നരായിട്ടുള്ളവരാണ്. ആ വിദ്യകൾ കൊണ്ട് ഇവർക്ക് വളരെയധികം നേട്ടങ്ങൾ ഉണ്ടാക്കുവാൻ കഴിവുള്ള സന്താനങ്ങളാണ് ഇവർക്കുള്ളത്. ഇവർക്ക് ശത്രുക്കൾ എന്ന് പറയുന്നത് വളരെയധികമില്ല. ആ ശത്രുക്കൾ ഉണ്ടെങ്കിൽ പോലും അവർ ഇവരോട് വളരെയധികം പ്രാമുഖ്യമുള്ളവരായിരിക്കും. കാരണം ഇവർക്ക് ശത്രുക്കളായിട്ടുള്ള ആൾക്കാർ തന്നെ ഇവർക്ക് അനുകൂലമായി വരുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. ഇവരുടെ ദാമ്പത്യ ജീവിതം എന്ന് പറയുന്നത് ആദ്യ കാലഘട്ടങ്ങളിലെല്ലാം തന്നെ വളരെ നല്ല രീതിയിലായിരുന്നുവെങ്കിലും ആ ദാമ്പത്യ ജീവിതം ഇപ്പോൾ ചെറിയ ചെറിയ അസ്വാരസ്യങ്ങളെല്ലാം തന്നെ ഉണ്ടാകുവാനുള്ള സാധ്യതകൾ ഉണ്ട്. എന്നാൽ ഇവർക്ക് തടസ്സങ്ങൾ ധാരാളമുണ്ട്. ആ തടസ്സങ്ങളെല്ലാം തന്നെ മാറി വളരെ അഭിവൃദ്ധിയിലേക്ക് നയിക്കുന്ന ഒരു സാഹചര്യം ഇവർക്ക് സമീപഭാവിയിൽ വന്നു ചേരുന്നതാണ്. ഇവർക്ക് ധനം സമ്പത്ത് അതുപോലെ തന്നെ ഇവരുടെ ഭാഗ്യാധിപൻ എന്ന് പറയുന്നത് ശുക്രനാണ്. ആ സമ്പത്തും ധനവും എല്ലാം തന്നെ ശുക്രൻ അഥവാ മഹാലക്ഷ്മി വളരെയധികം ധനവും സമ്പത്തും ഇവർക്ക് വാരിക്കോരി നൽകുന്ന ഒരു സമയം കൂടിയാണ്. അതുകൊണ്ട് മഹാലക്ഷ്മിയെ അഷ്ടോത്തരം ചൊല്ലുകയും മഹാലക്ഷ്മിയെ പ്രാർത്ഥിക്കുകയും മഹാലക്ഷ്മിക്ക് വഴിപാടുകൾ നടത്തുകയും ചെയ്തു കഴിഞ്ഞെന്നാൽ ഇവർക്ക് ഭാഗ്യം തെളിയുന്ന ഒരു സമയം കൂടിയാണ്. ഇവരുടെ കർമ്മരംഗമെന്ന് പറയുന്നത് വളരെ ശ്രേഷ്ഠമുള്ളതാണ്. ആ കർമ്മരംഗത്ത് ഇവർ പ്രവർത്തിക്കുവാൻ മടി കാണിക്കുന്നത് കൊണ്ടാണ് ആ കർമ്മരംഗം വളരെയധികം താഴ്ന്നു പോകുവാനുള്ള സാധ്യതകൾ ഇവർക്ക് വരുന്നത്. കർമ്മരംഗത്തേക്ക് ഇവർ ഇറങ്ങിക്കഴിഞ്ഞാൽ ആ പ്രവർത്തന മേഖലകളിലേക്ക് ഇവർ ഇറങ്ങിക്കഴിഞ്ഞാൽ വളരെയധികം സമ്പത്തും അഭിവൃദ്ധിയുമെല്ലാം തന്നെ ഇവർക്ക് വന്നു ചേരുന്നതാണ്. ഇവരുടെ ലാഭസ്ഥാനം എന്ന് പറയുന്നത് ധനുരാശിയാണ്. ആ
ആ ധനുരാശിയിലേക്ക് വളരെയധികം സമ്പത്തുക്കൾ വരികയും അതുപോലെ തന്നെ ഇവർക്ക് ധനുരാശിയിലേക്ക് വ്യാഴവും അതുപോലെ തന്നെ ബുധ ഭഗവാനും അഥവാ മഹാവിഷ്ണുവും അതുപോലെ തന്നെ മഹാലക്ഷ്മിയും എല്ലാം തന്നെ ആ മേഖലകളിലേക്ക് അഥവാ അവരുടെ ലാഭസ്ഥാനത്തിലേക്ക് ഇപ്പോൾ ദൃഷ്ടിയുള്ളത് കൊണ്ട് അവർക്ക് മേൽക്കുമേൽ ലാഭം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ആ കർമ്മഭാവത്തിൽ നിന്നും അവർക്ക് ലാഭം ഉണ്ടാക്കുവാൻ പ്രവൃത്തി മേഖലകളിൽ നിന്നും ഇവർക്ക് ധാരാളം പണം ഉണ്ടാകുന്ന ഒരു സമയമാണ്. ഭൂസ്വത്തുക്കൾ വന്നു ചേരും, വാഹനങ്ങൾ വന്നു ചേരും, പുതിയ പുതിയ വീടുകൾ വെക്കുവാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകും. അങ്ങനെ കർമ്മമേഖലകൾ വളരെയധികം സമ്പൽ സമൃദ്ധമാകുന്ന ഒരു കാലഘട്ടമാണ്. എന്നാൽ ഇവർ ഒന്നുകൂടി ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ധാരാളം പണം ഇവർക്ക് വന്നു ചേരും. കാരണം വ്യയസ്ഥാനങ്ങളിൽ ഇവർ ചിലവഴിക്കുമ്പോൾ ഒരല്പം കൂടി മിതമായി ചിലവഴിക്കുകയാണെങ്കിൽ, അല്പം കൂടി സൂക്ഷിച്ച് ചിലവഴിക്കുകയാണെങ്കിൽ ഇവർക്ക് ധാരാളം പണം കൂടുതലായിട്ട് സ്വരൂപിച്ച് വയ്ക്കുവാനും ഇവരുടെ സമ്പത്തുകളും അഭിവൃദ്ധിയും എല്ലാം തന്നെ വന്നു ചേരുകയും ചെയ്യുന്ന ഒരു കാലഘട്ടമാണ്. എല്ലാം തന്നെ ഇവർക്ക് അഭിവൃദ്ധിയിലേക്കും ധന സമ്പാദ്യത്തിലേക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ അധ്യായം പര്യവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും ഈശ്വര കടാക്ഷത്താൽ അനുഗ്രഹം ഉണ്ടാകട്ടെ, എല്ലാവർക്കും നന്മകൾ മാത്രം നൽകണമേ എന്ന് ഭഗവാനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ അധ്യായം ഉപസംഹരിക്കുകയാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.